പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് കൂവപ്പടിയിലെ ബെത്ലഹേം അഭയഭവൻ. അതുപോലെ തന്നെ അഭയഭവൻ്റെ നെടുന്തൂണായ നമ്മുടെ മേരി എസ്തപ്പാനെയും ആരും മറക്കില്ല. മേരിയമ്മച്ചിയുടെ വിയോഗം ഈ സ്ഥാപനത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ് വരുത്തിയിരിക്കുന്നതെങ്കിലും ആ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒട്ടനവധി സുമനസ്സുകളുടെ സഹായത്തോടെയും ഇവിടുത്തെ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയോടുകൂടി നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം സുഗമമായി പോകുന്നത്. കഴിഞ്ഞ 27 വർഷക്കാലയളവിൽ 5000-ത്തിലധികം വരുന്ന ആളുകൾക്ക് സംരക്ഷണമേകുവാൻ അഭയഭവന് കഴിഞ്ഞിട്ടുണ്ട്. മാനസിക ആരോഗ്യക്കുറവിനാലും മറ്റും വഴിയോരങ്ങളിൽ അലഞ്ഞു നടന്നിരുന്ന 600-ലധികം ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കി അവരുടെ ഭവനങ്ങളിലേക്ക് എത്തിക്കുവാനും നാളിതുവരെ സാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ ചടങ്ങുകളോടെയാണ് രാവിലത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെയെടുക്കരുതെൻ പരനേ. ഞാൻ ഇന്ന് ഒരു ആഫ്രിക്കൻ കഥയിൽ കേട്ടിരിക്കുന്ന ഒരു വാക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വാക്ക് ഉബണ്ടു എന്നാണ് ആ വാക്ക്. അതിൻ്റെ മീനിങ് ഐ ആം ബിക്കോസ് ഓഫ് യു, അങ്ങനെയാണ്. ഞാൻ ഇന്നായിരിക്കുന്നത് നിങ്ങൾ കാരണമാണ്. ആ കഥ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു വിസിറ്റർ ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിലെത്തിയായിരുന്നു. അപ്പോൾ അവിടുത്തെ കുട്ടികളുമായിട്ട് ആൾ പെട്ടെന്ന് കൂട്ടായി. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഗെയിം നടത്തുവാണ്. ആ ഗെയിം നടത്തുന്ന സമയത്ത് ഒരു കൊട്ടയിൽ നിറച്ച് പഴങ്ങൾ ഒരു മരത്തിൻ്റെ ചോട്ടി കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ചെല്ലുക. ആള് കുട്ടികളോട് പറഞ്ഞു, എല്ലാവരും ഗ്രൂപ്പായിട്ട് കുറച്ച് പേരെ നിർത്തിയേക്കും. അവരോട് പറഞ്ഞു, നിങ്ങളിൽ ആരാണോ ആദ്യം അവിടെ എത്തുന്നത് അവർക്കായിരിക്കും ആ കൊട്ടയിലെ എല്ലാ പഴങ്ങളും. പക്ഷേ ഈ വിസിറ്ററിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവരെല്ലാവരും ഒരുമിച്ച് കൈ പിടിച്ച് നീങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് അവിടെ എത്തി. അപ്പോൾ അതെന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ വിസിറ്റർക്ക് ആ കുട്ടികൾ കൊടുത്ത മറുപടി ഉബണ്ടു എന്നായിരുന്നു. എന്ന് വെച്ചാൽ ഒരാൾ വിഷമിക്കുമ്പോൾ ഞങ്ങളെങ്ങനെ സന്തോഷിക്കും, അതാണ് ആ കുട്ടികൾ തിരിച്ചു ചോദിച്ചത്. അപ്പോൾ ആ കഥയിൽ പറയുന്നത്, നമുക്കിപ്പോൾ എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരുമിച്ച് പോകണം എന്നാണ് പറയുന്നത്. കുറച്ച് ദൂരമാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വേഗത്തിൽ എത്തണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാം. അല്ലാണ്ട് നമ്മൾ എപ്പോഴും നമുക്കൊരു ലോങ് ഡിസ്റ്റൻസ് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരുമയോടെ പോകണം. ഐ ആം ബിക്കോസ് ഓഫ് യു. താങ്ക് യു. ശേഷം ഓരോ അംഗങ്ങളെയും ഒരു ചെറുപുഞ്ചിരിയോടെ അഭിമുഖീകരിച്ചാണ് ഹസ്തദാനം നൽകിയത്. അതിനുശേഷമാണ് വിജയലക്ഷ്മിയെ പരിചയപ്പെട്ടത്. അഭയഭവനിലെ സീനിയർ സോഷ്യൽ വർക്കർ വിജയലക്ഷ്മിയാണ് നമ്മളോടൊപ്പം ഉള്ളത്.
ഇപ്പോൾ ഇവിടെ വന്നു. ആദ്യം തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളോടെ ഈ ഒരു ദിവസം ആരംഭിച്ചു. അതിനുശേഷം വിജയലക്ഷ്മി നല്ലൊരു സന്ദേശം അടങ്ങുന്ന ഒരു കഥ എല്ലാവർക്കും പറഞ്ഞു നൽകി. ശേഷം എല്ലാവർക്കും ക്ഷയിക്കാനും കൊടുത്തു. നല്ല ഒരു കൃത്യനിഷ്ഠയോടു കൂടി ഓരോ കാര്യങ്ങൾ. അങ്ങനെയാണ് ഇവിടെ ഇവരുടെ ഒരു ഇന്നത്തെ ദിവസം ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഒരുപാട് ആളുകൾക്ക് ഉള്ളൊരു സംശയമാണ് ഈ അഭയ ഭവനിലേക്ക് അഡ്മിഷന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അതുപോലെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾക്ക് സുഖമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ ഒത്തിരി സംശയങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്കൊരു ധാരണ വിജയലക്ഷ്മി തരും. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഞാനൊരു 2 കൊല്ലോളം ആവുന്നു. 2 കൊല്ലം. കോപ്പടി തന്നെയാണോ വീട്? ഇവിടെ കാലടിയിലാണോ? എന്ത് കഴിഞ്ഞിട്ട് വന്നത്? ഞാൻ MSW ആയിരുന്നു. സ്പെഷ്യലൈസേഷൻ മെഡിക്കൽ ആൻഡ് സൈക്യാട്രി ആണ്. ശരി. ഈ ഒരു ഫീൽഡിനുള്ള താല്പര്യം കൊണ്ടാണോ? അതെ, അങ്ങനെ ഞാൻ ചെയ്തിരുന്നതും ഫുള്ള് ഫീൽഡൊക്കെ റിഹാബുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് തോന്നി. റിഹാബ് തന്നെ നോക്കി എടുത്തു. വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഒരു അനുഭവം? നല്ലതാണ്. നമുക്ക് ഇവിടെ പൊതുവെയുള്ള റിഹാബ് പോലെയല്ല. എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് വാങ്ങി നോക്കുന്ന റിഹാബിനേക്കാളും മൊത്തത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ റിഹാബ് പോകുന്നത്. നമുക്കിവിടെ 3 കാറ്റഗറിയാണ് വരുന്നത് ക്ലയൻസ്. അപ്പോൾ സൈക്യാട്രിക് ഇഷ്യൂസ് ഉള്ളവരുണ്ട്, അതുപോലെ സ്ട്രീറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകളുണ്ട്, പിന്നെ ഓൾഡ് ഏജ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ആളുകളും നമുക്ക് പോലീസ്, സാമൂഹ്യ നീതി വകുപ്പ് അങ്ങനെയൊക്കെ നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് കൊണ്ടുവരുന്നവരൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങി നോക്കുന്ന ഒരു സ്ഥാപനത്തെക്കാളും അതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും ഒരു നമുക്കെന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു രീതിയിലാണ് സ്ഥാപനം പോകുന്നത്. ഇവിടെയാണെങ്കിലും നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് അതുപോലെ അവർ നമ്മളെ കേൾക്കുന്ന ഒരു ഇതുണ്ട്. നമുക്കൊരു സ്പേസ്, നമ്മുടെ അഭിപ്രായം കൂടി മാനിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അതൊക്കെയാണ് കൂടുതൽ ഇവിടെ ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് കാരണം. ഈ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. ഇപ്പം പോലീസ് കൊണ്ടുവരുന്ന ആളുകളുണ്ടാവും, അതുപോലെ തന്നെ മാനസികമായിട്ട് സുഖമില്ലാത്ത ആളുകൾ, പിന്നെ ഈ നമുക്കിപ്പം വീട്ടുകാരൊക്കെ ഉണ്ടായിട്ട് ഉപേക്ഷിക്കുന്ന, നോക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ആളുകളെയും കൂടി ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിച്ച് പറയാം. നമുക്കിപ്പോൾ സ്ട്രീറ്റിൽ നിന്ന് വരുമ്പോൾ ചിലവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടായിട്ടൊക്കെ റോട്ടിലൂടെ ഇറങ്ങി നടന്ന് അങ്ങനെ പോലീസ്, സാമൂഹ്യ നീതി വകുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്തുകാരൊക്കെ ആയിട്ടായിരിക്കും. ചിലവർ മെൻ്റൽ ഹെൽത്തുമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ മെഡിക്കേഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അവർക്ക് പ്രൈവറ്റായിട്ട് ചികിത്സിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് മെഡിക്കേഷൻ കൊടുക്കാനോ ഇവരെ നോക്കാനോ വീട്ടുകാർക്ക് പറ്റുന്നുണ്ടാവില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുന്ന കുറച്ച് വീട്ടുകാരായിട്ടാക്കുന്നവരും ഉണ്ട്. ഇപ്പോൾ വീട്ടുകാർ എൻക്വയറിക്ക് വരുമ്പോൾ നമ്മൾ അവരോട് സംസാരിച്ച് ഏറ്റവും അടുത്ത ബന്ധുക്കളോട് വരാൻ പറഞ്ഞ് ഡീറ്റെയിൽസ് എല്ലാം അവരുടെ വാങ്ങി നമുക്ക് എടുക്കാൻ പറ്റുന്ന കേസാണോ, നമുക്ക് സർവീസ് അത്രയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കേസാണോ എന്ന് നോക്കി അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞില്ല, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ടോ? ഉണ്ട്, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. ഇപ്പോൾ പോലീസ് വഴി വരുന്നവരാണെങ്കിൽ അവർ മെഡിക്കേഷൻ കഴിയുമ്പോൾ ഒരുവിധം ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ മിക്കവരും ആളുകളെ വീട്ടുകാരെ നമ്മൾ തന്നെയായിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അവർ പിന്നെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അന്വേഷിക്കും. നമ്മളപ്പോൾ വാർഡ് വഴി അന്വേഷിക്കും. വാർഡ് മെമ്പേഴ്സൊക്കെ അതിന് ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ പോലീസിനെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ അവരുടെ സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ച് അവർ നോക്കും. അങ്ങനെ അവരും ഒരുപാട് സഹായിക്കാറുണ്ട്. അങ്ങനെ വീട്ടുകാരെ കിട്ടിക്കഴിയുമ്പോൾ ചിലവരെ അവർ കൊണ്ടുപോകാൻ തയ്യാറാവും. പിന്നെ ജെന്യുവിൻ റീസൺ എന്തെങ്കിലും ആണ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതെന്ന് തോന്നുവാണെങ്കിൽ അവരിവിടെ തന്നെ. ചിലപ്പോൾ മെഡിക്കേഷനുള്ള ബുദ്ധിമുട്ടായിരിക്കും, കൊടുക്കാനുള്ളതായിരിക്കും. ചിലപ്പോൾ വീട്ടിൽ നോക്കാൻ വേറെ ആളുകൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പം ഇവിടെ ഉള്ളതിൽ സ്ത്രീകളും പുരുഷന്മാരും ഇല്ലേ? അപ്പം ഒത്തിരി ആളുകൾ എങ്ങനെ വന്നിരിക്കുന്ന ആളുകളാണ്? ഈ സ്ട്രീറ്റിലേക്ക് ഉള്ളവരാണോ? സ്ട്രീറ്റിൽ നിന്ന് വന്നിരിക്കുന്നവരെ വീട്ടുകാരുള്ളവർ വളരെ കുറവാണ്. പിന്നീട് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കേഷൻ കറക്റ്റായിട്ട് കഴിച്ചു കഴിയുമ്പോൾ അവരൊരു വിധം സ്റ്റേബിൾ ആവും. തിരിച്ച് നമുക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്ത് വീട്ടിലേക്ക് ആക്കുന്നുണ്ട്. അതും അവർക്ക് മെഡിക്കേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പില്ല. അങ്ങനെ അപ്പോൾ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. പിന്നീട് അന്വേഷിക്കും. അവർ ഇടയ്ക്ക് വിളിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ചിലയിടത്ത് അല്ലാണ്ട് ചെന്ന് അന്വേഷിക്കുന്നുണ്ട്, ഇവർ കൃത്യമായിട്ട് തന്നെയാണോ പോകുന്നത്, അതോ റിലാപ്സ് ആവുന്നുണ്ടോ, മെഡിക്കേഷൻ നിർത്തുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇപ്പം അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണം, വസ്ത്രം, അതുപോലെ എല്ലാ ഫെസിലിറ്റിയും ഇവിടുന്ന് തന്നെയല്ലേ?
ഇവിടെ നിൽക്കുമ്പോൾ എല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് ഇപ്പം അസുഖം മാറിയാലും തന്നെ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ടോ? അങ്ങനെ പറയുന്നവരുണ്ട്. ചിലവർക്ക് വീട്ടുകാർക്ക് തിരിച്ചിവരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് മോശമായിരിക്കും. ചിലവർ ഉപദ്രവിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടാവും ക്ലയൻസ് മെഡിക്കേഷൻ കഴിക്കാത്ത സമയത്ത്. അപ്പം അത് കഴിഞ്ഞ് അവരിപ്പോൾ സ്റ്റേബിൾ ആണെങ്കിലും വീട്ടുകാർക്ക് ഒരു പേടി ഉണ്ടാവും തിരിച്ചു കൊണ്ടുപോകാൻ. അപ്പം അങ്ങനെയുള്ള ചിലവരുടെ കേസിൽ വരുമ്പോൾ ക്ലയൻസിന് വീട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന സപ്പോർട്ടും ഇവരെ ട്രീറ്റ് ചെയ്തിരുന്ന രീതിയും മോശമായിരിക്കും. അപ്പോൾ അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയുന്നവരുണ്ട്. അപ്പം നമുക്കിതിന് ശരിക്കും വേണ്ടത് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളും കൂടി അല്ലേ, വീട്ടുകാർ, സമൂഹത്തിലുള്ള ആളുകൾ എല്ലാം ഇങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇവരുടെ ഒരു രോഗം പൂർണ്ണമായിട്ട് നമുക്ക് സുഖപ്പെടുത്താൻ കഴിയുള്ളൂ അല്ലേ? പിന്നെ പോയത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നിടത്തേക്കാണ്. സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിച്ചാണ് ഭക്ഷണം കഴിക്കുവാൻ ഇരുത്തുന്നത്. ഒരു പരാതിയും പരിഭവവുമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഓരോ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതുമെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ല സന്തോഷം ലഭിക്കും. 28 വർഷമായി അഭയഭവൻ വിജയകരമായ ജൈത്രയാത്ര തുടർന്നു വന്നിട്ട് മേരിയമ്മച്ചി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, അമ്മച്ചിയുടെ വിയോഗത്തിന് ശേഷം എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നതിനെക്കുറിച്ചെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണുക. നന്ദി, നമസ്കാരം.